എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ആത്മീയ ദൂത് പോലെ എടുത്തേ. നിങ്ങൾ നിയോഗങ്ങളെ സമർപ്പിക്കുന്നതിനെക്കാട്ടും പെട്ടെന്ന് ഈശോ നിങ്ങൾക്ക് ഉത്തരം തരാൻ പോകുന്നത് നിങ്ങൾ നന്ദി പറയുന്ന കാര്യങ്ങൾക്കാണ്. ഇത് മനസ്സിലോട്ട് എടുത്തു, ഇത് വിശ്വാസത്തോടെ ഹൃദയത്തിലോട്ട് ഏറ്റു. നിങ്ങൾ ചോദിക്കുന്നതിനെക്കാട്ടും കൂടെ നിങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്നത് നിങ്ങൾ നന്ദി പറയുന്ന മേഖലകൾക്കാണ്. യാചനയല്ല, നിയോഗങ്ങളല്ല. കർത്താവിന് സ്വീകാര്യമായ ബലി എന്താണ്? കർത്താവിന് നന്ദി പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഉദാഹരണം നന്നായിട്ട് മനസ്സിലാക്കുക. എനിക്കൊരു 10 ലക്ഷം രൂപയുടെ കടമുണ്ട്, അത് ചോദിക്കണം. ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈശോയ്ക്ക് നന്ദി പറയണം. കർത്താവേ, ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ കടമല്ല, ഇതിനു മുമ്പുള്ള സകല കടങ്ങളും നീക്കി തന്നതിന്, അതിനെ അതിജീവിക്കാൻ എനിക്ക് ആരോഗ്യവും ബുദ്ധിയും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ സഹായിക്കാൻ ആളുകൾ കൂടെ നിന്നതിന്, എനിക്ക് പഴയ കടങ്ങളെല്ലാം തീർക്കാൻ പറ്റിയതിന് എല്ലാം എണ്ണി എണ്ണി കർത്താവിന് നന്ദി പറയുക. പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഇപ്പം ഈ നടുവേദന മാറാൻ, ഇപ്പം ഈ മുട്ടുവേദന മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഇതിനു മുമ്പും എനിക്ക് മുട്ടുവേദന വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് എനിക്ക് നടുവേദന വന്നിട്ടുണ്ട്, അന്നൊക്കെ എന്നെ രക്ഷിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, എനിക്കിപ്പോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്, പക്ഷേ ഇതിനു മുമ്പും ഒന്നുമില്ലാതെ വട്ടപ്പൂച്ചയായിട്ട് നിന്ന് എന്നെ നീ പൊക്കിയെടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയും. ഇപ്പൊ ഈ വലിയ കടം, ഇപ്പൊ വലിയ രോഗം, ഇപ്പൊ വലിയ ബുദ്ധിമുട്ട്, ഇതാദ്യത്തെ അല്ല. ഇതിനു മുമ്പും എനിക്ക് സങ്കടങ്ങളും വേദനകളും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എന്നെ കൈപിടിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു.